ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ ഇല്ലാതാക്കുവാനും ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ തടയാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനായിരിക്കും ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ബർഗൂതി അൽ ജസീറയോട് പറഞ്ഞു. അതേസമയം യോഗത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നും വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലെ പരസ്പര ധാരണയുമായി ബന്ധപ്പെട്ട് നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും പലസ്തീനിയൻ വിദേശകാര്യമന്ത്രി റിയാദ് മൽക്കി പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്ന പലസ്തീനിയൻ അതോറിറ്റി സർക്കാർ രാജിവെക്കുകയാണെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിത്തായെ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കകമാണ് പുതിയ നീക്കം. അതേസമയം പലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന പ്രഖ്യാപനവുമായി സ്വയം തീകൊളുത്തി ആത്മഹത്യ ചെയ്ത US വ്യോമസേന ഉദ്യോഗസ്ഥന് അമേരിക്കൻ സൈനികരുടെ ഐക്യദാർഢ്യം. തങ്ങളുടെ യൂണിഫോമുകൾ അമേരിക്കയുടെ തെരുവുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടാണ് മരണപ്പെട്ട ആരോൺ ബുഷ്നലിയോടുള്ള ആദരവ് US സൈനികർ പ്രകടിപ്പിച്ചത്.